ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നതിൽ അധിക പേരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അനുവിനെ മദ്രസയിലാക്കിയിട്ട് ഞാനും ഒക്കെയും കൂടി ഫോർട്ടിച്ചിലേക്ക് വന്നേക്കുന്നതാണ്. ഐഷ നല്ല ഉറക്കമാണ്. ഐഷാനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ചായക്കടയാണ്. ഞാൻ പല ഫുഡ് ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ചു. ഞാൻ ഒരു ഉണ്ടപ്പഴിയും ഒരു സവാളജിയും വാങ്ങിച്ചു. പക്ഷേ എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ചായയും ഇതൊന്നും ഇഷ്ടമായില്ല, കാരണം ഉണ്ടമ്പൊരിയൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാനോട് പറയുന്നതാണ് എനിക്ക് ഉണ്ടമ്പൊരി ഇഷ്ടമായില്ല, ഞാൻ ഉണ്ടമ്പൊരി എടുത്തിട്ട് ഞാൻ പെട്ട് പോയിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ വാട്ടർ മെട്രോ. അതിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങൾ ചായ കുടിക്കുന്നതാണ്. ഇവിടെ കുറച്ച് കാക്കകളൊക്കെ ഉണ്ട് കേട്ടോ, അതിനൊക്കെ ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളൊക്കെ പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോടൊക്കെ പറയണമായിരുന്നു അതിലൊരു കഷ്ണം എൻ്റെ തലയിൽ ഞാൻ അറിയാണ്ട് വെക്കാന്ന്. അപ്പോൾ കാക്കകളൊക്കെ വന്നിട്ട് കൂട്ടത്തോടെ എന്നെ ആക്രമിച്ചോളൂ എന്ന് പറയണേന്. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇറങ്ങി. അടുത്തത് ഞങ്ങൾ പോയത് ഇവിടുത്തെ വർക്കൗട്ട് മെഷീൻസൊക്കെ ഉണ്ട് പബ്ലിക്കായിട്ടുള്ളത്, അങ്ങോട്ടേക്കാണ്. പക്ഷേ അതിൽ 2-3 ചീത്തായിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വരുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിൽ മാത്രമാണ് ഞാൻ ആകെ കയറാറുള്ളത്, പക്ഷെ അതിപ്പോൾ ചീത്തായിരിക്കുന്നതാണ്. അങ്ങനെ വീഡിയോക്ക് വേണ്ടി മാത്രം ഒക്കെ 2-3 മെഷീൻസിലൊക്കെ കയറി. ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, നല്ല കോടയുണ്ട് ഇവിടെയൊക്കെ. സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിപ്പോൾ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് ഒരു 3-4 വഴിയുണ്ട്, അതിലൊരു വഴി കൂടിയാണ് ഞങ്ങളിപ്പോൾ പോണത്. ബീച്ചിലൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ജോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. രാവിലെ ബീച്ചിലൊക്കെ ഒരു പ്രത്യേക വൈബാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാനോട് പറഞ്ഞു നിനക്ക് കൊണ്ടുവരാനായിട്ട്, പക്ഷേ എപ്പോഴും നമുക്കങ്ങനെ വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ വരാറുണ്ട്. ഇപ്രാവശ്യം വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് അവിടെ നേരെ ചീനവാലൻ്റെ അങ്ങോട്ടാണ് പോയത്.
അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബീച്ചിൽ മീൻ വെക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. ഇവിടെ മീനിനൊക്കെ നല്ല വിലയാണ്. ഞങ്ങൾ മീനൊന്നും വാങ്ങിച്ചില്ല. ഇവിടെ നല്ല വിലയായതുകൊണ്ട് പലതരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ, പല വെറൈറ്റിയിലുള്ള മീനുകളുണ്ട്. ഞണ്ടൊക്കെ നല്ല ജീവനോടെ ഉണ്ട്. ഇവിടെ വലക്കാർ പിടിക്കുന്ന മീനാണ് കേട്ടോ ഇവിടെ വെക്കുന്നത്. ഇവിടെ തന്നെ മീൻ ലേലം വിളി നടക്കുന്നുണ്ടായിരുന്നു. ഈ ചെറിയ ചെറിയ മീൻകാരിക്കൊക്കെ ഇവിടെ നിന്ന് മീൻ ലേലം വിളിച്ച് കൊണ്ടുപോകും. ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് നേരം പോയത് അറിഞ്ഞില്ല. ഇപ്പം തന്നെ മണി 8 കഴിഞ്ഞു. അനുവിനെ മദ്രസ വിടാൻ നേരമായി. അപ്പം ഞങ്ങൾ അവനെയും വിളിച്ച് നേരെ വീട്ടിലേക്ക് പോണേണ്. അനുവിൻ്റെ മദ്രസൊക്കെ വിട്ടിട്ടോ അവന് ഇതേ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഞങ്ങളെ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അവന് ഓർഡറാണ്. അവന് മദ്രസ വിട്ട ഒരു ഓട്ടമാണ് വീട്ടിലേക്ക്. ഒന്നും നോക്കാണ്ട് ഇപ്പം ഒക്കെ വിളിച്ചപ്പോഴാണ് അവൻ കാണുന്നത് ഞങ്ങളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.